ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഹിന്ദി ക്ലാസ്സാണ് നോക്കുന്നത്. ഇന്ന് ഒരു കഥയാണ് പഠിക്കാൻ പോകുന്നത്. പക്ഷി ഓർ ദീമക് എന്ന് പറഞ്ഞ കഥയാണ്. അപ്പോൾ ഈ കഥയെപ്പറ്റി നമുക്ക് പെട്ടെന്നൊന്ന് ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് ചുരുക്കി പറയാം. ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ട് കഥയുടെ പേര് പക്ഷി ഓർ ദീമക്. പക്ഷിയും പിന്നെ ചിതലും. ദീമക് എന്ന് പറഞ്ഞാൽ ചിതലാണ്. അപ്പോൾ പക്ഷിയും ചിതലും. ഈ കഥയിൽ ഒരു പക്ഷിയുണ്ട്. ആ പക്ഷി വളരെ ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ്. അതുപോലെ തന്നെ അത് വായുവിൽ നിന്നായിരുന്നു അതിനുള്ള ഭക്ഷണങ്ങൾ തേടിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം അതിങ്ങനെ പറക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാളവണ്ടിക്കാരൻ ഉറക്കെ വിളിച്ചു പറയുന്നത് കേട്ടു. എന്തായിരുന്നു വിളിച്ചു പറഞ്ഞത്? ഒരു തൂവൽ തരികയാണെങ്കിൽ 2 ചിതലിനെ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട പക്ഷി ഉയരം ഉപേക്ഷിച്ച് താഴെ മരച്ചില്ലയിൽ വന്നിരിക്കും. എന്നിട്ട് എന്താണ് ആ കാളവണ്ടിക്കാരനുമായിട്ട് തൻ്റെ കച്ചവടം ഉറപ്പിക്കുകയാണ്. അതായത് ഈ പക്ഷിക്ക് അത് വളരെ ഒരു എന്താ പറയുക ഈസി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. കാരണം അതിനി പറന്ന് നടക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഒരു തൂവൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ചിതലിനെ കിട്ടും. അപ്പോൾ തനിക്കുള്ള ഭക്ഷണം കിട്ടും. പണിയൊന്നും എടുക്കാതെ തനിക്കുള്ള ഭക്ഷണം കിട്ടും എന്നുള്ള ഓർത്ത് അത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണല്ലോ എന്നോർത്ത് നമ്മുടെ പക്ഷി താഴേക്ക് പറന്നു വന്നു. എന്നിട്ട് എന്താണ് ഈ കാളവണ്ടിക്കാരന് തൻ്റെ ഒരു തൂവൽ കൊടുത്തിട്ട് 2 ഈ ചിതലിനെ വാങ്ങിക്കൊണ്ട് അത് പറന്നുപോയി. ഇത് പക്ഷി ഒരു സ്ഥിരം തൊഴിലാക്കി മാറ്റി. അതായത് അതിന് ഈ ഒരു പരിപാടി വളരെ എളുപ്പമുള്ളതായിട്ട് തോന്നി. അങ്ങനെ അലസനായിട്ടുള്ള, അതായത് പക്ഷി ഒരു വളരെ മടിയനായ ഒരു പക്ഷിയായതുകൊണ്ട് അതിന് പണിയെടുക്കാതെ ഭക്ഷണം കഴിക്കുന്ന ഈ ഒരു പരിപാടി ഇഷ്ടപ്പെടുകയും അത് ഈ പരിപാടി ഒരു എന്താണ് പറയുക ഡെയിലി ബേസിസിൽ ചെയ്തു തുടങ്ങുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിലേക്ക് പോകാം. कहानी का नाम है പക്ഷി और ദീമക്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കഥയുടെ പേര് പക്ഷി ഓർ ദീമക് എന്നാണ്. ये कहानी किसने लिखी है? ये हिंदी के मशहूर साहित्यकार गजानन माधव मुक्तिबोध जी की कहानी है. അപ്പം ഇത് ഹിന്ദിയിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള കഥാകാരനായിട്ടുള്ള ഗജാനൻ മാധവ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെയാണ്. देखिए गजानन माधव मुक्तिबोध को वे हिंदी के അപ്പോൾ ഗജാനൻ മാധവ് മുക്തിബോധ് എന്ന് പറഞ്ഞ കഥാകൃത്തിൻ്റെ കഥയാണ്. प्रगतिशील कवि, कहानीकार और आलोचक भी हैं. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ കഥ എഴുതിയിരിക്കുന്നത് ഗജാനൻ മാധവ് മുക്തിബോധാണ്. അദ്ദേഹം ഒരു പ്രഗതിശീല കവിയും കഥാകൃത്തും അതുപോലെ തന്നെ നിരൂപകനും. നിരൂപകൻ ഹിന്ദിയിൽ പറയുന്നത് സമീക്ഷക് എന്നാണ്. दरअसल यह एक लंबी कहानी है, लेकिन इसका एक मुख्य अंश ही हमें पढ़ने को है. അപ്പം നമുക്ക് ഇതൊരു വലിയ കഥയാണ്. പക്ഷേ ഈ കഥയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ ഭാഗം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. तो कहानी शुरू करें. കഥ पक्षी തുടങ്ങാം. और दीमक. एक था पक्षी, वो नीले आसमान में खूब ऊंचाई पर. അപ്പം ഒരു പക്ഷി ഉണ്ടായിരുന്നു. ആ പക്ഷി നീല ആകാശത്തിൽ വളരെ ഉയരത്തിൽ പറന്നു നടക്കുന്നതായിരുന്നു. അതൊറ്റയ്ക്കായിരുന്നില്ല. ഉസ്കെ സാത്ത് ഉസ്കെ പിത, ആ പക്ഷിയുടെ പിതാവും മിത്ര കൂട്ടുകാരും ഉണ്ടായിരുന്നു. സബ് ബഹുത് ഊഞ്ചായി പർ ഉഡ്നെ വാലെ പക്ഷി. ഈ പക്ഷികൾ വളരെയധികം ഉയരത്തിൽ പറക്കുന്ന പക്ഷികളായിരുന്നു. ഉൻകി നിഗാഹേം ബി ബഡി തേസ്തി, അവരുടെ ദൃഷ്ടി വളരെ ഷാർപ്പായിരുന്നല്ലേ. എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ദൂരത്തുള്ള കാഴ്ചകൾ പോലും ഇത്ര ഉയരത്തിൽ പറക്കുമ്പോൾ കാണാൻ സാധിക്കുമായിരുന്നു. ദൂർ ദൂർ കി ഫനക് ഓർ ദൂർ ദൂർ കി മെഹക് ബി മിൽ ജാത്തി, അവർക്ക് വളരെ ദൂരത്തിലുള്ള ശബ്ദങ്ങളും കേൾക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ വളരെ ദൂരത്തിലുള്ള മണം, സുഗന്ധങ്ങളും അവർക്ക് അനുഭവപ്പെടാൻ സാധിച്ചിരുന്നു. उड़ता जा रहा था, उसके साथ उसके पीछे उन्हें एक पक्षी की. उस पक्षी की क्या क्या विशेषताएं हैं? हाँ, वो पक्षी. അപ്പോൾ ഇത് ഒരു പക്ഷിയുടെ കഥയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഈ പക്ഷിക്ക് എന്തൊക്കെ വിശേഷതകളുണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പക്ഷിക്ക് വളരെയധികം ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്ന പക്ഷിയായിരുന്നു. അതുപോലെ തന്നെ അതിന് നല്ല ദീർഘദൂര കാഴ്ചകൾ കാണും, നല്ല ദൃഷ്ടിയായിരുന്നു അതിനുണ്ടായിരുന്നുള്ളത്. അതുപോലെ അതിന് നന്നായിട്ട് മറ്റ് സുഗന്ധങ്ങളൊക്കെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു ദൂരെ നിന്നുള്ള. പിന്നെ ശബ്ദങ്ങളും കേൾക്കാൻ സാധിക്കുമായിരുന്നു. बहुत बहुत ऊंचाइयों में उड़ने वाला है. और क्या क्या है? क्या वो अकेला है?
नहीं, उसके साथ कौन कौन है? അതുപോലെ ഈ പക്ഷി ഒറ്റയ്ക്കായിരുന്നോ പറഞ്ഞിരുന്നത്? അല്ല, ആ പക്ഷിക്കൊപ്പം അതിൻ്റെ പിതാവും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. उसके साथ उसके पिता और मित्र भी. और उसकी निगाहें कैसी है? निगाहें कैसी है? निगाह माने दृष्टि. उसकी दृष्टि बहुत तेज है. വളരെ ഷാർപ്പായിരുന്നല്ലേ, അതായത് അതിന് വളരെയധികം ദൂരത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. पक्षी की और क्या क्या विशेषताएं हैं? പിന്നെ എന്തൊക്കെ വിശേഷതകളാണ് പറയുന്നത്? उस पक्षी को दूर दूर की भनक मिलती है, दूर दूर की महक भी मिलती है. जरा देखिए भनक माने क्या है, महक माने क्या है. हमारे शब्दकोश में जरा देखिए तो उस पक्षी को दूर दूर की मन. അപ്പം ആ പക്ഷിക്ക് ദൂരത്തുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കാമായിരുന്നു. മനക് എന്ന് പറഞ്ഞാൽ മന്ധ്വനി എന്നാണ്. അതുപോലെ ദൂരത്തു നിന്നുള്ള എന്താണ് മണം അല്ലെങ്കിൽ സുഗന്ധം, അതെല്ലാം ആ പക്ഷിക്ക് ലഭിക്കുമായിരുന്നു. മഹക് എന്ന് പറയുമ്പോൾ ഗന്ധ് അല്ലെങ്കിൽ സുഗന്ധം എന്നുള്ള അർത്ഥമാണ്. ध्वनि और दूर दूर की गंध भी मिलती थी. आगे जाएं. एक दिन वो नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेता है. उसमें बड़े बड़े बोरे भरे हुए हैं. देखिए यह एक नौजवान पक्षी है. यह एक नौजवान पक्षी है, बूढ़ा नहीं है, बालक भी नहीं है. ये एक नौजवान पक्षी है. അപ്പം ഈ പക്ഷി ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു എന്താണ് ബൈൽഗാഡി എന്ന് പറയുമ്പോൾ ഒരു കാളവണ്ടി കാണുന്നു. അതുപോലെ ഈ പക്ഷി ഒരു നൗജവാൻ പക്ഷിയാണ്, അതായത് ഇത് പ്രായമായതുമല്ല എന്നാൽ കുട്ടിയുമല്ല, ജവാൻ യൗവനത്തിലുള്ള ഒരു പക്ഷിയാണ്. पक्षी है. उसने क्या देखा था? എന്താണ് കണ്ടത്? उसने जमीन पर चलती हुई एक बैलगाड़ी को देखा. അപ്പോൾ ഒരു ദിവസം ഈ പക്ഷി എന്താണ് കണ്ടത്? താഴെ ഭൂമിയിലൂടെ പോകുന്ന ഒരു കാളവണ്ടി കണ്ടു. अब बैलगाड़ी जानते हैं? നിങ്ങൾക്കറിയോ? ये है बैलगाड़ी. ഇതാണ് आप जानते ബൈൽഗാഡി. हैं बैलगाड़ी को? उस बैलगाड़ी में क्या था? उस बैलगाड़ी में അപ്പോൾ ബെയിൽഗാഡി എന്ന് പറഞ്ഞാൽ ആ കണ്ടതാണ്, അത് കാളവണ്ടിയാണ്. അപ്പോൾ ആ ബൈൽഗാഡിയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? बड़े बड़े बोरों में कुछ थे. बोरे माने क्या है? वो भी हमारे शब्दकोश में है. जरा देखिए बोरे. അപ്പം ആ ബൈൽഗാഡിയിൽ വലിയ വലിയ ചാക്കുകെട്ടുകളിൽ എന്തോ ഉണ്ടായിരുന്നു. അപ്പം ബോരെ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ശബ്ദകോശത്തിലുണ്ട്. ചാക്കുകെട്ടുകളാണ്. जवान पक्षी ने बैलगाड़ी में बड़े बड़े बोरों को देखा. और आगे देखिए वो गाड़ी वाला चिल्ला चिल्ला कर कह रहा है. क्या कह रहा है? 2 दीमकें लो, एक. അപ്പം എന്താണ് ഈ നൗജവാൻ പക്ഷി മരത്തിൽ ഇരുന്ന് കണ്ടു താഴെ കൂടി ഭൂമിയിലൂടെ ഒരു കാളവണ്ടി പോകുന്നത്. ആ കാളവണ്ടി നിറയെ ചാക്കുകെട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടിയിലിരുന്ന് ആ വണ്ടി ഓടിക്കുന്ന ആൾ, അതായത് കാളവണ്ടി ഓടിക്കുന്ന ആളിരുന്ന് പറഞ്ഞു, ഉറക്കെ എന്തോ പറയുന്നുണ്ടായിരുന്നു. ചില്ലാക്കെ ഉറക്കെ എന്തോ പറയുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു പറയുന്നത്? पंख दो, 2 दीमकें लो, एक पंख दो. 2 दीमकें लो, एक पंख दो. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദോ ദീമക്കേലോ ഏക്ക് പങ്കുലോ എന്നായിരുന്നു. दीमक तो आप जानते हैं, हमने पहले देखा है. दीमक को यह है दीमक. അപ്പോൾ ദീമക് എന്താണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അല്ലേ? എന്തായിരുന്നു? ചിതല്. जरा देखिए. हाँ, 2 दीमकों के बदले उसे क्या चाहिए? एक पंख चाहिए. पंख माने आप जानते हैं ये है पंख, शब्दकोश में है. പങ്ക് എന്ന് പറഞ്ഞാൽ തൂവലാണ്. അപ്പം ദോ ദീമക്, അതായത് രണ്ട് ചിതലിന് പകരം അദ്ദേഹത്തിന് എന്തായിരുന്നു വേണ്ടത്? തൂവൽ വേണമായിരുന്നു. का अर्थ और इसका चित्र भी है. आप जरा देखिए, ये है पंख. इस कहानी में पंख का अर्थ है तूवल, फेदर. तो बच्चों गाड़ी वाला चिल्ला चिल्ला कर माने ऊंचे स्वर में क्या कह रहा था? അപ്പം ചില്ലാക്കർ എന്ന് പറയുമ്പോൾ ഉറക്കെ, അതായത് ഉയർന്ന ശബ്ദത്തിൽ ഈ കാളവണ്ടിക്കാരൻ എന്തായിരുന്നു പറയുന്നത്? कोई पक्षी उसे एक पंख देगा तो वो क्या देगा?
उसके बदले वो 2 दीमकें देगा. ആ അപ്പം ഗാഡിവാല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പക്ഷി അയാൾക്ക് എന്താണ് 2 ഇത് കൊടുത്താൽ, എന്ത്, ചിതലിനെ കൊടുത്താൽ, അല്ല, ഏതെങ്കിലും ഒരു പക്ഷി അയാൾക്ക് തൂവൽ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അതിന് പകരമായിട്ട് 2 ചിതലിനെ കൊടുക്കാമെന്ന് പറഞ്ഞു. पक्षी एक पंख देगा तो गाड़ी वाला 2 दीमकें देगा. पक्षी को कितना पंख देना है? 1. അപ്പോൾ പക്ഷിക്ക് എത്ര തൂവലാണ് കൊടുക്കേണ്ടത്? ഒരേ ഒരു തൂവൽ, അല്ലേ? ഒരേ ഒരു തൂവൽ കൊടുത്താൽ 2 ചിതലിനെ തരാമെന്നാണ് കാളവണ്ടിക്കാരൻ പറഞ്ഞത്. ഒരു തൂവൽ. पक्षी को कितना पंख देना है? 1 पंख देना है. अगर कोई पक्षी 1 पंख देगा तो गाड़ी वाला उसे 2 दीमकें देगा. ഇവിടെ ഈ കഥ അപ്പോൾ ഏതെങ്കിലും ഒരു പക്ഷി ഒരു തൂവൽ കൊടുത്താൽ 2 ചിതൽ കൊടുക്കാമെന്നാണ് കാളവണ്ടിക്കാരൻ പറഞ്ഞത്. നമ്മൾ വളരെ ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള ഒരു യുവാവായ പക്ഷിയെയാണ് പരിചയപ്പെട്ടത്. ഉയരങ്ങളിൽ അവനോടൊപ്പം പറക്കാൻ അവന്റെ അച്ഛനും കൂട്ടുകാരുമുണ്ട്. ഈ സമയത്ത് ഒരു തൂവൽ നൽകിയാൽ, എന്ത് നൽകിയാൽ? ഒരു തൂവൽ നൽകിയാൽ 2 ചിതലുകളെ കൊടുക്കുന്ന ഒരു വണ്ടിക്കാരനെ, ഒരു കാളവണ്ടിക്കാരനെ നമ്മുടെ നൗജവാൻ പക്ഷി കാണുന്നു. आगे देखें, उस नौजवान पक्षी को दीमकों का शौक था. शौक माने क्या है? शौक അപ്പോൾ ആ നൗജവാൻ പക്ഷിക്ക് ദീമക്കം എന്ന് പറയുമ്പോൾ ചിതലിനെ കഴിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഷോക്ക് എന്ന് പറഞ്ഞാൽ ഭ്രമമാണ്. माने मैं बताती हूँ. मुझे लड्डू खाने का शौक है. അപ്പോൾ ഇവിടെ ഷോക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ് അധ്യാപിക ചോദിക്കുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയാണ്, മുച്ചെ ലഡു ഖാനിക്ക് ഷോക്ക്, എനിക്ക് ലഡു കഴിക്കാനുള്ള ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഭ്രമമുണ്ട്. और रवि को जलेबी खाने का शौक है. രവിക്ക് ജലേബി കഴിക്കാനുള്ള ആഗ്രഹമാണ് ഉള്ളത്. आप समझे शौक माने क्या है? यहाँ അപ്പോൾ ഷോക്ക് എന്ന് പറഞ്ഞാൽ താല്പര്യം, ആസക്തി എന്നൊക്കെയുള്ള അർത്ഥമാണ്. नौजवान पक्षी को दीमकों का शौक था. वैसे तो ऊंचे उड़ने वाले पंछियों को हवा में ही बहुत से कीड़े तैरते हुए मिल जाते, जिन्हें खाकर वे अपनी भूख थोड़ी बहुत शांत. അപ്പം നൗജവാൻ പക്ഷിക്ക് എന്താണ്, ദീമക്കോ, ഈ ചെതലുകളെ ഇഷ്ടമായിരുന്നു, കഴിക്കാൻ ഇഷ്ടമായിരുന്നു. വേസേത്തോ ഊഞ്ചെ ഉടനെ വാലെ പങ്ചിയോങ്കോ ഹവാമേ ഹി ബഹുത് സെ കീട തരത്തെ ഹുയെ മിൽ ജാത്തെ. അപ്പോൾ ഇത്ര ഉയരത്തിലുള്ള ഈ പക്ഷികൾക്ക് എന്താണ്, ആ വായുവിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഹവ, കാറ്റടിച്ച് തന്നെ കുറേയധികം പ്രാണികളെ കിട്ടാറുണ്ട്. ജിനെ ഖാക്കർ വേ അപ്നി ഭൂഖ് തോടി ബഹുത് ശാന്ത് കർ ലേത്തെ ഹെ. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രാണികളെ കഴിച്ച് അവരവരുടെ എന്താണ്, വിശപ്പടക്കാറുണ്ട്. कर लेते. यहाँ पंछी माने क्या है? हाँ, आपने ठीक ही कहा. पंछी माने पक्षी. पंछी को हवा में ഇവിടെ പഞ്ചി എന്ന് പറയുന്നത് ആരാണ്? പക്ഷിയാണ്, അല്ലേ? അപ്പോൾ പഞ്ചി കാറ്റിൽ നിന്ന്, അതായത് വായുവിൽ നിന്ന് തന്നെ അവരിങ്ങനെ പറന്ന് നടക്കുമ്പോൾ തന്നെ അവർക്ക് പ്രാണികളെ കിട്ടാറുണ്ട്. वायु में ही बहुत से कीड़े मिलते हैं. उन्हें खाकर वे अपनी भूख शांत कर लेते हैं. അപ്പം ആ പ്രാണികളെ കഴിച്ച് തന്നെ എന്താണ്, വിശപ്പടക്കാറുണ്ട്. भूख शांत करना, इसका अर्थ आप जानते हैं? देखिए, अर्थ यहाँ पर है, विषपड़कुगा. भूख शांत करना, विषपड़कुगा. पक्षी को आसमान में ही बहुत से कीड़े खाने को मिलता है. आसमान में या वायु में, आसमान में, आकाश में बहुत से कीड़े मिलते हैं. हाँ, उसे खाने की तलाश में जमीन पर आने की जरूरत नहीं है. അപ്പം ഈ പക്ഷികൾക്ക് ആകാശത്ത് നിന്ന് തന്നെ ഒരുപാട് എന്താണ്, പ്രാണികളെ കിട്ടാറുണ്ട്. അപ്പോൾ അത് കഴിച്ച് അവരുടെ വിശപ്പടക്കാറുണ്ട്. അപ്പോൾ അതിനെ അന്വേഷിക്കുന്ന സമയത്ത് ഇവർക്ക് എന്താണ്, താഴെ ഭൂമിയിൽ വന്ന് ഭക്ഷണം അന്വേഷിക്കേണ്ട ആവശ്യമില്ല. जमीन पर आने की जरूरत नहीं है. उसे अपनी भूख मिटाने के लिए सब कुछ आसमान में ही मिलता है. उसे खाने की तलाश में जमीन पर आने की जरूरत नहीं है. लेकिन दीमकें सिर्फ जमीन पर मिलती थी.
जीवन പക്ഷേ में ചിതലുകൾ എന്താണ് ഭൂമിയിൽ മാത്രമേ, അതായത് താഴെ മണ്ണിൽ മാത്രമേ ചിതലുകളെ കിട്ടുകയുള്ളൂ. അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം വായുവിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഭക്ഷണം തേടി താഴത്തേക്ക് വരേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ദീമക് ചിതലുകളെ എന്താണ് മണ്ണിൽ മാത്രമേ കിട്ടുകയുള്ളൂ. कहाँ मिलती थी? जमीन पर, भूमि पर, धरती पर मिलती है. हम पक्षी को कहाँ देखते हैं? आकाश में, आसमान അപ്പോൾ പക്ഷികളെ നമ്മൾ എവിടെയാണ് കാണുന്നത്? ആകാശത്തിലാണല്ലേ. में. और हम दीमक को कहाँ देखते हैं? അപ്പോൾ ദീമക് ചിതലുകളെയോ മണ്ണിലാണല്ലേ. जमीन पर, भूमि पर. तो दीमक खाना ही है, तो पक्षी को कहाँ से कहाँ आना पड़ेगा? हाँ, അപ്പം ഈ ചിതലിനെ കഴിക്കണമെങ്കിൽ പക്ഷികൾക്ക് എവിടെ നിന്ന് എവിടെ വരണം? उसे जमीन पर आना पड़ेगा, അവർക്ക് ഭൂമിയിൽ എത്തേണ്ടി വരും അല്ലേ. भूमि पर आना पड़ेगा. समझे? हाँ, उसे अपनी ऊंचाइयां छोड़कर, अपनी ऊंचाइयां छोड़कर जमीन पर आना पड़ेगा. അപ്പം ഈ പക്ഷികൾക്ക് അവരുടെ ഉയരത്തെ ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് വരേണ്ടി വരും. भूमि पर आना पड़ेगा. लेकिन दीमकें सिर्फ जमीन पर मिलती थी, कभी कभी पेड़ों पर वे अपना मट्टियाला लंबा घर बना लेती. लेकिन दीमकें सिर्फ जमीन पर मिलती थी, कभी कभी पेड़ों पर, जमीन से तने पर छटकर ऊंची डाल तक वे अपना मट्टियाला लंबा घर बना लेती. लेकिन ऐसे कुछ ही पेड़ होते. അപ്പോൾ ലേക്കിൻ ദീമക്കോ സിർഫ് സമീൻ പർ മിൽത്തിത്യ, നമ്മൾ പറഞ്ഞു ഈ ചിതലുകളെ ഭൂമിയിൽ മാത്രമേ ലഭിക്കുകയുണ്ടായിരുന്നുള്ളൂ. കബി കബി പേടോം പർ സമീൻ സെ തനെ പർ ചട്കർ ഊഞ്ചി ടാൽ തക് വോ അപ്ന മട്ടിയാല ലംബ ഘർ ബനാലെത്തി. ചില സമയത്ത് അവർ മരങ്ങളിൽ എന്താണ് വലിയ വലിയ മൺകൂനകൾ കൊണ്ട് അവരുടെ വീടുണ്ടാക്കുമായിരുന്നു. और वे सब एक जगह न मिलते. दीमकें कहाँ मिलेंगी? दीमकें जमीन पर मिलेगी. क्या आकाश में मिलेगा? नहीं. कभी कभी पेड़ों के तने पर. यहाँ पेड़ के तने का मतलब क्या है? शब्दकोश में इसका अर्थ देखें. हाँ, दीमक अपना मट्टियाला घर कहाँ बनाती है? मिट्टी का घर कहाँ बनाती है? അപ്പം മണ്ണിൻ്റെ വീട് അവരെവിടെയാണ് ഉണ്ടാക്കുന്നത്? हाँ, पेड़ों के വൃക്ഷത്തിലല്ലേ, വൃക്ഷത്തിൻ്റെ താഴ്ത്തടിയിൽ. तनों पर. क्या सारे पेड़ों में दीमक अपना मटियाला घर बनाती है? അപ്പോൾ എല്ലാ മരങ്ങളിലും ഈ ചിതലുകൾ അവരുടെ വീട്, ഈ മൺവീട് ഉണ്ടാക്കാറുണ്ടോ? नहीं, ഇല്ല അല്ലേ. ऐसे कुछ ही पेड़ होते हैं. അങ്ങനെ ചുരുക്കം ചില മരങ്ങളിൽ മാത്രമേ അവരങ്ങനെ ചെയ്യാറുള്ളൂ. दीमक कुछ कुछ पेड़ों पर अपना मटियाला घर बनाती है. ചില മരങ്ങളിൽ മാത്രമേ ഈ ചിതലുകൾ അങ്ങനെ മണ്ണ് വെച്ച് വീടുണ്ടാക്കാറുള്ളൂ. मटियाला घर माने, देखिए मटियाला घर यहाँ इसका ഈ चित्र है. ചിത്രത്തിൽ കാണുന്നതാണ് മട്ടിയാല ഘർ. आप देखिए, ये है मटियाला घर. तो हम आगे देखें. മുമ്പോട്ട് नौजवान നോക്കാം. पक्षी को लगा यह बहुत बड़ी सुविधा है कि एक आदमी दीमकों को बोरे में भरकर बेच रहा है. അപ്പം നൗജവാൻ പക്ഷിക്ക് എന്താണ് തോന്നിയത്? യഹ് ബഹുത് ബഡി സുവിധ ഹെ കി, ഇത് വളരെ വലിയ എന്താണ് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. ഏക് ആദ്മി ദീമക്കോങ്കോ ബോരോമി ബർക്കർ ബേച്ച് രഹായ്, ഒരു മനുഷ്യൻ എന്താണ് ആ കാളവണ്ടിക്കാരൻ ഇങ്ങനെ ചാക്കിൽ നിറച്ച് ചിതലുകളെ വിൽക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എന്താണ് നമ്മുടെ ഈ പക്ഷിക്ക് തോന്നി. देखिए, बड़ी सुविधा माने क्या है? ബഡി സുവിധ എന്ന് പറഞ്ഞാൽ എന്താണ്? आसान कार्य. ആസാൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പ വഴിയാണ് ബഡി സുവിധ എന്ന് പറയുന്നത്. വിൽക്കുക. ബേച്ചന എന്ന് പറയുമ്പോൾ വിൽക്കുക എന്നുള്ള അർത്ഥമാണ്. बच्चों, पक्षी को अब किस बात की सुविधा मिली है? बताइए. അപ്പോൾ പക്ഷിക്ക് ഇവിടെ എന്ത് കാര്യമാണ് എളുപ്പമാണെന്ന് തോന്നിയത്? हाँ, उसे बैठे बैठे दीमक मिलती है. പക്ഷിക്ക് മനസ്സിലായി എന്താ വെച്ചാൽ ഇങ്ങനെ
വെറുതെ ഇരുന്നാലും ദീമക്ക് കിട്ടുമെന്നുള്ള കാര്യം ഓർത്തിട്ടാണ് പക്ഷി വളരെ എളുപ്പമായല്ലോ എന്ന് വിചാരിച്ചത്. उसे बैठे बैठे दीमक मिलती है, कोई परिश्रम या मेहनत करने की जरूरत नहीं है उसे. ആ എന്താണ് ഈ പക്ഷിക്ക് എന്താണ് പറന്ന് നടക്കുകയോ അങ്ങനത്തെ ഒരു ജോലിയും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോൾ എന്താണ് ചിതലിനെ കിട്ടുമല്ലോ എന്നാണ് പക്ഷി ചിന്തിച്ചത്. अगर गाड़ी वाला दीमक नहीं लाता तो ये पक्षी कैसे दीमक खाएगा? गाड़ी वाला അപ്പം എന്താണ് ഈ വണ്ടിക്കാരൻ ദീമക് അതായത് ചിതലിനെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഈ പക്ഷി എങ്ങനെ ദീമക്കിനെ കഴിച്ചേനെ? नहीं लाता है तो ये पक्षी कैसे दीमक खाएगा? हाँ, वो पक्षी दीमक ही नहीं खाएगा. അപ്പോൾ പക്ഷി എന്താണ് ദീമക്കിനെ കഴിക്കത്തില്ല അല്ലേ? കാരണം പക്ഷിക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം വായുവിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ദീമക്കിനെ തപ്പിപ്പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വണ്ടിക്കാരൻ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ദീമക്കിനെ കഴിക്കുകയേ ഇല്ലായിരുന്നു. पक्षी दीमक ही नहीं खाएगा. यहाँ नौजवान पक्षी का कौन सा मनोभाव प्रकट होता है? അപ്പോൾ ഈ ഭാഗത്ത് നമ്മുടെ ഈ നൗജവാൻ പക്ഷിയുടെ എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത്? हाँ, आपने ठीक ही कहा. नौजवान पक्षी बेटा आलसी है. അപ്പോൾ ഈ നൗജവാൻ പക്ഷി വളരെ എന്താണ് അലസനാണല്ലേ? क्या आप लोग आलसी है? നിങ്ങളൊക്കെ അലസരാണോ? मैंने सुना नहीं, जरा जोर से बोलिए. मैंने सुना नहीं. നിങ്ങൾ അലസരാണോ? ടീച്ചർ കേട്ടില്ല, ഒന്ന് ഉറക്കെ പറഞ്ഞേ. हाँ, आप लोग आलसी नहीं है. നിങ്ങൾ आप ആരും तो अच्छे അലസരല്ല. बच्चे हैं ना, लेकिन ये नौजवान पक्षी बेटा आलसी है. പക്ഷേ ഈ നൗജവാൻ പക്ഷി വലിയ എന്താണ് ആലസ്യായിരുന്നു അല്ലേ? അലസനായിരുന്നു. तो हम आगे देखें. മുമ്പോട്ട് वो നോക്കാം. अपनी ऊंचाइयां छोड़कर मंडराता हुआ नीचे उतरता है और पेड़ की एक डाल पर बैठ जाता है. पक्षी അപ്പം പക്ഷി എന്താണ് ആ ഉയരങ്ങളിൽ നിന്ന് താഴെ മരത്തിന്റെ ഒരു ചില്ലയിൽ വന്നിരിക്കുന്നു. अपनी ऊंचाइयां छोड़कर എന്ന് പറയുമ്പോൾ ഉയരങ്ങൾ ഉപേക്ഷിച്ചത് പറന്ന് അവർ വളരെയധികം ഉയരത്തിലാണ് പറക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ല. അപ്പം ആ ഉയരങ്ങൾ ഉപേക്ഷിച്ച് താഴേക്ക് വരുന്നു. नीचे उतरा है. जिसे आपने क्या समझा? ऊंचाई पर उड़ना. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? हाँ, ऊंचाई पर उड़ना पक्षी की सबसे बड़ी विशेषता है. ഇപ്പോൾ ഒരു പക്ഷിയെ സംബന്ധിച്ചിടത്തോളം പക്ഷിയുടെ ഏറ്റവും വലിയ വിശേഷതയാണ് അത് ഉയരങ്ങളിൽ പറക്കുക എന്നുള്ളത്. यही तो है उसकी सबसे बड़ी विशेषता. वो अपनी इस विशेषता को क्यों जोड़ देता है? അപ്പം ഈ പക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിശേഷത അവർ ഉയരങ്ങളിൽ പറക്കുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഈ പക്ഷി എന്താണ് ചെയ്തത്? ഉയരങ്ങളെ ഉപേക്ഷിച്ച് താഴേക്ക് വരുന്നു. അപ്പം എന്തുകൊണ്ടായിരിക്കും ഈ പക്ഷി ഉയരങ്ങളെ ഉപേക്ഷിച്ചത്? दीमक खाने के लिए, ചിതലിനെ കഴിക്കാൻ വേണ്ടിയിട്ട്. जो उसका स्वाभाविक आहार ही नहीं है. അത് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു ആഹാരം പോലും അല്ല അല്ലേ? അത് ദീമക്കിനെ അങ്ങനെ കഴിക്കാറില്ല. അത് ഭൂമിയിലാണുള്ളത്. അവർക്ക് വായുവിൽ നിന്ന് ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടാറുമുണ്ട്. എന്നിട്ടും അത് എന്താണ് ഈ ചിതലിനെ കഴിക്കാൻ വേണ്ടി അതിൻ്റെ ഏറ്റവും വലിയ വിശേഷതയായ ഉയരത്തിലുള്ള പറക്കാനുള്ള കഴിവിനെ ഉപേക്ഷിച്ച് താഴേക്ക് വരുന്നു. तो बच्चों, दीमकें खाने के लिए उसे क्या करना पड़ता है? അപ്പോൾ ഈ ചിതലിനെ കഴിക്കണമെങ്കിൽ പക്ഷിക്ക് എന്ത് ചെയ്യണമായിരുന്നു? अपनी ऊंचाइयां छोड़कर नीचे उतरना पड़ता है. അവൻ്റെ ഉയരങ്ങൾ ഉപേക്ഷിച്ച് താഴേക്ക് വരണമായിരുന്നു. पक्षी को अपनी ऊंचाइयां छोड़ना पड़ता है. ऊंचाइयां छोड़ना पड़ता ഉയരം है और ഉപേക്ഷിക്കണമായിരുന്നു. नीचे താഴെ उतरना വരികയും पड़ता വേണമായിരുന്നു. है. दोनों का सौदा तय हो जाता है. अपनी चोंच से एक पर को खींचकर तोड़ने में उसे तकलीफ होती है, लेकिन उसे वो बर्दाश्त कर लेता है. मुंह में बड़े स्वाद के साथ 2 दीमकें दबाकर वो पक्षी फुर से उठ जाता है. ഈ വരികളുടെ അർത്ഥം ദോനോ കാ സൗദ തായ് ഹോ ജാത്ത ഹെ. ഇവിടെ ദോനും രണ്ടുപേരുടെയും കച്ചവടം അവർ ഉറപ്പിക്കുന്നു അല്ലെങ്കിൽ വ്യാപാരം ഉറപ്പിക്കുന്നു. അപ്പോൾ രണ്ടുപേരും ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷിയും അതുപോലെ നമ്മുടെ കാളവണ്ടിക്കാരനുമാണ്. അവരുടെ രണ്ടുപേരും കൂടി ഇടയ്ക്കുള്ള കച്ചവടം അവർ ഉറപ്പിക്കുന്നു. അതായത് എന്താണ് രണ്ട് ചിതലിനെ കൊടുക്കുമ്പോൾ ഒരു തൂവൽ കൊടുക്കാമെന്ന് പക്ഷി പറഞ്ഞുറപ്പിക്കുന്നു. അപ്നി ചോഞ്ചോസെ ഏക് പർക്കോ ഖീഞ്ച് കർ തോടനേമേ ഉസെ തക്ലീഫ് ഹോത്തി ഹെ. അപ്പം തൻ്റെ ചുണ്ടുപയോഗിച്ച് ആ പക്ഷി എന്താണ് തൻ്റെ ചുണ്ടുപയോഗിച്ച്
അതിൻ്റെ ഒരു ചിറക് പറിച്ചെടുക്കുമ്പോൾ അതിന് തക്ലീഫ് എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ട് തോന്നുന്നു. ലേക്കിൻ ഉസേ വഹ് ബർദാഷ് കർ ലേത്ത ഹെ, പക്ഷെ അത് സഹിക്കുന്നു, കാരണം അതിന് 2 ചെതലിനെ കിട്ടുമല്ലോ, അതുകൊണ്ട് അത് സഹിച്ച് അതിൻ്റെ ചിറക് ആ ചിറകല്ല തൂവൽ പറിച്ചെടുക്കുന്നു. मुंह में बड़े स्वाद के साथ 2 दीमकों को दबाकर वह പക്ഷി ഫുർ സെ ഉഡ് ജാത്ത ഹെ. അപ്പം അതിന് 2 ചിതലിനെ കിട്ടി, ആ ചിതലിൻ്റെ രുചിയോടെ, ആ വായ്ക്കുള്ളിൽ അതിൻ്റെ രുചിയോടെ അതെന്താണ് അറിഞ്ഞുകൊണ്ട് അത് ചിറകടിച്ച് പറന്നുയരുന്നു. दोनों का सौदा तय हो जाता है. यहाँ दोनों कौन कौन है? അപ്പോൾ രണ്ടുപേരുടെ കച്ചവടം ഉറക്കുന്നു. അപ്പോൾ ഇവിടെ ദോനോം എന്ന് അതായത് 2 പേരെന്ന് പറയുന്നത് ആരൊക്കെയാണ്? हाँ, पक्षी और गाड़ी वाला. പക്ഷിയും പിന്നെ കാളവണ്ടിക്കാരനും. दोनों का सौदा तय हो जाता है. രണ്ടുപേരുടെയും കച്ചവടം सौदा माने ഉറക്കുന്നു. क्या है? देखिए हमारे शब्दकोश में है सौदा. സൗദ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സൗദ, സൗദ മാനെ വ്യാപാരം. അപ്പോൾ സൗദ എന്ന് പറഞ്ഞാൽ വ്യാപാരമാണ്. दोनों का सौदा तय हो जाता है. पक्षी और गाड़ी वाले का सौदा. അപ്പം രണ്ടുപേരുടെ കച്ചവടം ഉറപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് ഈ വരികൾക്ക് വരുന്നത്. പക്ഷിയുടെ വണ്ടിക്കാരുടെ കച്ചവടം ഉറക്കുന്നു. तय हो जाता है. पक्षी अपनी चोंच से पर पंख तोड़ता है. अपनी चोंच से पर तोड़ता है. चोंच माने क्या है? हमारे शब्दकोश में इसका भी अर्थ है. നമ്മൾ പറഞ്ഞു പക്ഷി തൻ്റെ ചുണ്ട് ഉപയോഗിച്ചിട്ട് ആ തൂവല് പറിച്ചെടുത്തു. അപ്പം ചോഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ചോഞ്ച് പക്ഷിയോं के ओंठ. പക്ഷികളുടെ ചുണ്ടിനെയാണ് ചോഞ്ച് എന്ന് പറയുന്നത്. പക്ഷികളുടെ ചുണ്ട്. പക്ഷി को किसकी तकलीफ होती है? चोंच से अपनी पर तोड़ने में. अपनी पर तोड़ने में. പക്ഷി എന്ത് ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്? തൻ്റെ ചുണ്ട് ഉപയോഗിച്ച് ആ പക്ഷിയുടെ തൂവല് പറിച്ചെടുക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അല്ലേ? उसे तकलीफ होती है. चोंच से अपनी पर तोड़ने में उसे बहुत तकलीफ होती है, पीड़ा होती है, बहुत दर्द होता है. लेकिन उस दर्द को, उस पीड़ा को वो बर्दाश्त कर लेता है. दर्द को वो सहता है. പക്ഷേ ഇങ്ങനെ തൂവല് പറിക്കുമ്പോൾ വേദന ഉണ്ടായെങ്കിൽ പോലും, അതൊരു ബുദ്ധിമുട്ടായെങ്കിൽ പോലും അത് സഹിക്കുന്നു, അല്ലേ? क्योंकि बैठे बैठे दीमक तो मिलती है. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സഹിച്ചത്? കാരണം അതിന് വെറുതെ ഇരുന്ന് 2 ചിതലിനെ കിട്ടുകയാണ്. പറന്ന് നടക്കുകയൊന്നും വേണ്ട, വെറുതെ ഇരിക്കുമ്പോൾ 2 ചിതലിനെ കിട്ടാൻ പോവുകയാണ്. कुछ करने की जरूरत नहीं है. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. बैठे बैठे दीमक मिल रही है और पक्षी दीमकें लेकर फुर से उड़ जाता है. പക്ഷി പിന്നെ എന്താ ചെയ്യുന്നത്? ചിതലിനെ വാങ്ങിയിട്ട് ചിറകടിച്ച് പറന്നുയരുന്നു. फुर से उड़ जाना, इसका मतलब आप അപ്പോൾ ഫുർസെ ഉഡ്ജാന എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? देखिए, ചിറകടി ശബ്ദത്തോടെ പറന്നു പോകുക. ഫുർസെ ഉഡ്ന, ചിറകടി ശബ്ദത്തോടെ പറന്നു പോവുക. तो पक्षी उड़ जाता है, अपनी चोंच से पर तोड़कर देता है और दीमक लेता है, फुर से उड़ जाता है. പക്ഷി തൻ്റെ ചുണ്ട് ഉപയോഗിച്ച് തൻ്റെ തൂവൽ പറിച്ചെടുക്കുന്നു, അത് കൊടുക്കുന്നു, എന്നിട്ട് ദീമക്കിനെ വാങ്ങിച്ചുകൊണ്ട് ചിറകടിച്ച് പറന്നുയരുന്നു. നമ്മൾ ഇവിടെ എന്താണ് കാണുന്നത്? വളരെ ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള ആ പക്ഷി വട്ടം കറങ്ങി നേരെ താഴേക്ക് വന്നു. വണ്ടിക്കാരനുമായുള്ള കച്ചവടം ഉറപ്പിക്കുന്നു. 2 ചിതലുകൾക്ക് വേണ്ടി തൻ്റെ ഒരു തൂവൽ നൽകുന്നു. തൻ്റെ ചുണ്ടുകൊണ്ട് ഒരു തൂവൽ പറിച്ചെടുക്കുമ്പോൾ അവന് വേദനിച്ചെങ്കിലും ചിതൽ ഭക്ഷിക്കുന്നതിന് വേണ്ടി അവൻ അതങ്ങ് സഹിക്കുകയാണ്. आगे क्या हुआ होगा हम देखें. अब उस पक्षी को ഇനി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. गाड़ी वाले से 2 दीमकें खरीदने और एक पर देने में बड़ी आसानी मालूम हुई. അപ്പോൾ ഇപ്പോൾ പക്ഷിക്ക് എന്താണ് വണ്ടിക്കാരൻ്റെ കയ്യിൽ നിന്നും ഈ 2 ചിതലിനെ വാങ്ങുന്നതും അതുപോലെ ഒരു ചിറക് കൊടുക്കുന്നതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നി. वह रोज तीसरे पहर नीचे उतरता और गाड़ी वाले को एक पंख देकर 2 दीमकें
खरीद लेता। അപ്പോൾ പിന്നീട് എല്ലാ ദിവസവും ഈ പക്ഷി എന്താണ് താഴെ വന്നിട്ട് ആ വണ്ടിക്കാരന് തൂവൽ കൊടുത്ത് ഈ 2 ചിതലിനെ വാങ്ങിക്കൊണ്ട് പോയി. पक्षी गाड़ी वाले को क्या देता है? അപ്പോൾ പക്ഷി എന്താണ് വണ്ടിക്കാരന് കൊടുക്കുന്നത്? पंख देता है। ആ പക്ഷിയുടെ തൂവൽ അല്ലേ? और गाड़ी वाला पक्षी को क्या അപ്പോൾ എന്താണ് വണ്ടിക്കാരൻ തിരിച്ചു കൊടുക്കുന്നത്? देता है? 2 दीमकें। 2 ചിതൽ അല്ലേ? पक्षी गाड़ी वाले को पंख कब देता है? അപ്പോൾ പക്ഷി വണ്ടിക്കാരന് ഈ തൂവൽ എപ്പോഴാണ് കൊടുക്കുന്നത്? गाड़ी वाले को ये पंख कब देता है? हाँ, पक्षी गाड़ी वाले को रोज पंख देता है। അപ്പോൾ എല്ലാ ദിവസവും അല്ലേ, നിത്യവും, റോസ് എന്ന് പറഞ്ഞാൽ നിത്യവും എന്താണ് പക്ഷി ആ വണ്ടിക്കാരന് തൂവൽ കൊടുക്കുമായിരുന്നു. रोज देता है। रोज माने पहला दिन देता है, दूसरा दिन देता है, तीसरा दिन देता। ഇപ്പോൾ റോസ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും എന്നുള്ള അർത്ഥമാണ്. അതായത് ആദ്യത്തെ ദിവസം കൊടുക്കുന്നു, 2ാം ദിവസം കൊടുക്കുന്നു, 3ാമത്തെ ദിവസം കൊടുക്കുന്നു, है उसी प्रकार रोज पंख देता അതുപോലെ എല്ലാ ദിവസവും കൊടുക്കുന്നു. है. കുട്ടികളെ, അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ പക്ഷി എല്ലാ ദിവസവും എല്ലാ ദിവസവും താഴേക്ക് വന്ന് ഈ വണ്ടിക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു തൂവൽ നൽകി 2 ചിതലുകളെ വാങ്ങിക്കൊണ്ടേയിരുന്നു. यहाँ हमारे पाठ्य पुस्तक में एक प्रश्न है, जरा वो भी देखें। पक्षी अपने पंख देकर അപ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് നോക്കാം. दीमक लेता है। यहाँ पक्षी का कौन सा मनोभाव प्रकट होता है? അപ്പോൾ പക്ഷി എന്താണ് തൻ്റെ തൂവൽ കൊടുത്തുകൊണ്ട് ചിതലിനെ വാങ്ങുന്നു അല്ലേ? അപ്പം ഇവിടെ പക്ഷിയുടെ എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത്? पक्षी अपने पंख देकर दीमक लेता है। यहाँ पक्षी का कौन सा मनोभाव प्रकट होता है? पक्षी की क्या क्या विशेषताएं हैं, बताइए। हाँ, पक्षी की सबसे बड़ी विशेषता यह है, അപ്പോൾ പക്ഷികളുടെ വിശേഷതകൾ എന്തൊക്കെയാണ്? പക്ഷികളുടെ ഏറ്റവും വലിയ വിശേഷത അവർക്ക് ഉയരത്തിൽ പറക്കാൻ സാധിക്കും എന്നുള്ളതാണല്ലേ? कि वो आकाश में, आसमान में उड़ सकता है। और ये पक्षी तो बहुत ऊंचाई में उड़ने वाला पक्षी है। പക്ഷികൾക്ക് ആകാശത്തേക്ക് ഉയർന്ന് പറക്കാൻ സാധിക്കും അല്ലേ? നമ്മുടെ കഥയിലുള്ള പക്ഷിയാണെങ്കിലോ ഒരുപാട് ഉയരങ്ങളിൽ പറക്കാൻ സാധിക്കാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? बहुत ऊंचाई में उड़ने वाला पक्षी है। उड़ने के लिए उसे किसकी जरूरत है? किस चीज की जरूरत है? हाँ, पंखों की जरूरत है। അപ്പം പറക്കണമെങ്കിൽ പക്ഷികൾക്ക് എന്താണ് വേണ്ടത്? പങ്കോ, തൻ്റെ തൂവലുകൾ വേണം അല്ലേ? क्या पंखों के बिना पक्षी उड़ सकता है? क्या पंखों के बिना पक्षी उड़ सकता है? नहीं। ചിറകുകൾ അടിക്കാതെ പക്ഷികൾക്ക് പറക്കാൻ സാധിക്കുമോ? ഇല്ല അല്ലേ? तो पक्षी का अस्तित्व किसमें है? പക്ഷിയുടെ അസ്തിത്വം എന്തിലാണുള്ളത്? बताइए। हाँ, पक्षी का अस्तित्व उसके पंखों में है। पक्षी का अस्तित्व उसके पंखों में है। नौजवान पक्षी को अपने भविष्य और अस्तित्व की चिंता है? नहीं। പക്ഷിയുടെ അസ്തിത്വം അവൻ്റെ ചിറകുകളിലാണുള്ളത് അല്ലേ? അപ്പം എന്തായിരിക്കും ഇങ്ങനെ എന്നും തൂവലുകൾ കൊടുക്കുകയാണ് പക്ഷി. അപ്പം താങ്കൾക്ക് എന്തായിരിക്കും ഭാവിയിൽ സംഭവിക്കുക എന്നതിനെ പറ്റി ഒരു ചിന്തയുണ്ടോ ഈ പക്ഷിക്ക്, ഈ നൗജവാൻ പക്ഷിക്ക്? उसे अपने भविष्य और अस्तित्व की चिंता नहीं है। അപ്പം പക്ഷിക്ക് തൻ്റെ ഭാവിയെ പറ്റി ഒരു ചിന്തയുമില്ല അല്ലേ? എന്നും ഇങ്ങനെ തൂവൽ കൊടുത്തു കഴിഞ്ഞാൽ തൂവലില്ലാതെ അതിന് പറക്കാൻ സാധിക്കുകയില്ല അല്ലേ? അപ്പം ആ പക്ഷിക്ക് തൻ്റെ ഭാവിയെ പറ്റി ഒരു ചിന്തയുമില്ല. क्या वो परिश्रमी है, मेहनती है? नहीं। പരിശ്രമിക്കുന്നവനായിരുന്നോ ഈ പക്ഷി? അതായത് കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്നവനായിരുന്നോ? അല്ല അല്ലേ? बहुत बड़ा आलसी है। വലിയൊരു അലസനായിരുന്നു, ലേസി ആയിരുന്നു. ഒരു പണിയും ചെയ്യാതെ എങ്ങനെ ഫുഡ് കഴിക്കുക എന്നുള്ളൊരു രീതിയിലായിരുന്നു ആ പക്ഷി ഇരുന്നത്. അപ്പോൾ വളരെ എന്താണ് അലസനായിട്ടുള്ളൊരു പക്ഷിയായിരുന്നു. ये नौजवान पक्षी बहुत बड़ा आलसी है। तो बताइए, नौजवान पक्षी को अपने भविष्य और अस्तित्व की चिंता नहीं है। परिश्रम के बिना मिलने वाले भोजन से वो संतुष्ट है। അപ്പോൾ എന്താണ് ഈ നൗജവാൻ പക്ഷിക്ക് തൻ്റെ ഭാവിയെ പറ്റി ഒരു ചിന്തയും ഇല്ല. അതുപോലെ ഒരു പരിശ്രമവും ചെയ്യാതെ കിട്ടുന്ന ഭക്ഷണം, ഭോജൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ ഓർത്താണ് അതിന് സന്തോഷം. എന്ന് വെച്ചാൽ അതിന് ഒരു പണിയും ചെയ്യാതെ കിട്ടുന്ന ഭക്ഷണം കിട്ടുമല്ലോ എന്നോർത്താണ് അത് സന്തോഷിച്ചത്. इसका मुख्य कारण क्या होगा? ഇതിൻ്റെ
എന്തായിരിക്കും ഇതിന്റെ മുഖ്യ കാരണം? है वो नौजवान पक्षी आलसी ഇതിന്റെ പ്രധാന കാരണം എന്താണ്? ഈ നൗജവാൻ പക്ഷി ഒരു അലസനായിരുന്നു, ഒരു മടിയനായിരുന്നു അല്ലേ? है, बहुत बड़ा आलसी है। तो बताइए, पक्षी अपने पंख देकर दीमक लेता है, यहाँ पक्षी का कौन सा मनोभाव प्रकट होता है? അപ്പൊ നിങ്ങൾ പറഞ്ഞേ, പക്ഷി സ്വന്തം ചിറകിലുള്ള തൂവലുകൾ കൊടുത്തായിരുന്നു ഈ ചിതലിനെ വാങ്ങുന്നത്. അപ്പൊ ഇവിടെ പക്ഷിയുടെ എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത്? अब इस प्रश्न का उत्तर आप लिख सकते हैं ना? उत्तर लिखकर अपने टीचर जी को जरूर दिखा। അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാമല്ലോ. എല്ലാവരും എഴുതി സ്വന്തം ടീച്ചറിനെ കാണിക്കുക. आज ही, कल नहीं, आज ही ये करना है। तो बच्चों, आज आपने क्या क्या पढ़े? जरा एक बार फिर से देखें मुक्तिबोध जी की कहानी। അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് നമുക്ക് നോക്കാം. पक्षी और दीमक। एक था पक्षी। അപ്പം നമ്മൾ പക്ഷി ഓർ ദീമക് എന്ന് പറഞ്ഞ കഥയായിരുന്നു പഠിച്ചത്. അവിടെ ഒരു പക്ഷി ഉണ്ടായിരുന്നു. वो नीले आसमान में खूब ऊंचाई पर उड़ता जा रहा था। അപ്പം ഇത് നീലാകാശത്തിൽ ഒരുപാട് ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്ന ഒരു പക്ഷിയായിരുന്നു. उसके साथ उसके पिता और അപ്പോൾ അത് ഒറ്റയ്ക്കായിരുന്നില്ല പറക്കുന്നത്, അതിൻ്റെ പിതാവും കൂട്ടുകാരും ഉണ്ടായിരുന്നു. मित्र भी थे। एक दिन उसने एक बैलगाड़ी को देखा। ഒരു ദിവസം പക്ഷി ഒരു കാളവണ്ടി കണ്ടു. गाड़ी वाला चिल्ला चिल्ला कर कह रहा था, दो दीमकें लो, एक पंख दो। അപ്പോൾ ആ കാളവണ്ടിക്കാരൻ വളരെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഒരു തൂവല് തന്നു കഴിഞ്ഞാൽ 2 ചിതലിനെ തരാം. दो दीमकें लो, एक पंख दो। ये है पंख। ഈ കാണുന്ന തൂവലാണ് പങ്ക്. देखिए, एक पंख के बदले 2 दीमकें मिलेंगी। അപ്പോൾ ഒരു തൂവലിന് പകരം 2 എന്താണ് ചിതലിനെ കിട്ടിയേക്കും. पक्षी अपनी ऊंचाइयां छोड़कर मंडराता हुआ नीचे उतरता है। അപ്പം പക്ഷി എന്താണ് ഇത് കേട്ടപ്പം എന്താണ് തൻ്റെ ഉയരങ്ങൾ എന്താണ് ഉപേക്ഷിച്ച് താഴേക്ക് വന്നു. और पेड़ की एक डाल पर बैठ जाता है। എന്നിട്ട് മരത്തിൻ്റെ ഒരു ചില്ലയിൽ വന്നിരിക്കും. എന്നിട്ട് 2 പേരുടെയും കച്ചവടം പറഞ്ഞുറപ്പിക്കും അല്ലേ? दोनों का सौदा तय हो जाता है। दोनों के बीच का सौदा क्या है? गाड़ी वाला 2 दीमकें देगा, उसके बदले पक्षी एक। അപ്പോൾ 2 പേരുടെ ഇടയിലുള്ള കച്ചവടം എന്തായിരുന്നു? ഗാഡിവാല, അതായത് വണ്ടിക്കാരൻ 2 ദീമക്കോ എന്ന് പറയുമ്പോൾ ചിതലുകളെ കൊടുക്കും. അപ്പം അതിന് പകരം ഉസ്കെ ബദലെ എന്ന് പറയുമ്പോൾ അതിന് പകരം പക്ഷി എന്താണ് കൊടുത്തേ? ഏക്ക് പങ്ക് ദേഗ, ഒരു തൂവല് കൊടുക്കും. पंख देगा। अपनी चोंच से एक पर खींचकर तोड़ने में उसे तकलीफ होती है। അപ്പോൾ തൻ്റെ ചുട്ടുപയോഗിച്ച് ഒരു തൂവല് പറിച്ചെടുക്കുമ്പോൾ എന്താണ് പക്ഷിക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. उसे वह बर्दाश्त कर लेता है। പക്ഷെ എന്താണ് ബുദ്ധിമുട്ട് അതങ്ങ് സഹിക്കുന്നു. കാരണം വെറുതെ അതിന് 2 ചിതലിനെ കിട്ടാൻ പോവുകയാണ്, അതുകൊണ്ട് അത് സഹിക്കുന്നു. अब पक्षी रोज तीसरे पहर नीचे उतरता है और गाड़ी वाले को एक पंख देकर 2 दीमकें खरीदता। അപ്പോൾ ഇപ്പോൾ പക്ഷി എന്താണ് എല്ലാ ദിവസവും ഇതൊരു ശീലമാക്കി മാറ്റി അല്ലേ? എല്ലാ ദിവസവും താഴെ വണ്ടിക്കാരന് വന്ന് തൻ്റെ തൂവല് പറിച്ചു കൊടുക്കുകയും അതിന് പകരം എന്താണ് ചിതലിനെ വാങ്ങി കഴിക്കുകയും ചെയ്യുന്നു. बच्चों, आज की कक्षा आपको अच्छी लगी होगी। अगली कक्षा में हम फिर मिलेंगे। धन्यवाद. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക.
താങ്ക് യു.